ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം തീപിടിച്ച കെട്ടിടത്തിൽ വീണ്ടും പുക ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിലാണ് പുക ഉയർന്നത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, നേരത്തെ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലാണ് വീണ്ടും പുക ഉയർന്നിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് 10 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ അതേ കെട്ടിടത്തിൽ നിന്ന് പുകയുയരുന്നത് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന്, അതോടൊപ്പം ഇവിടെ പോലീസിന്റെ എസ്കോർട്ടും ഉണ്ടായിരുന്നു. പോലീസിന്റെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ അടുത്തുള്ള ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുകയും സംഭവ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ വെള്ളം ഒഴിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ആദ്യം തീപിടുത്തമുണ്ടായ 1-ാം നിലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പുക ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ സ്ഥലത്ത് തന്നെയാണ് ഇതിനു മുമ്പും തീപിടുത്തം ഉണ്ടായിരുന്നത്. ഇന്ന് മൊത്തം ഈ ഒരു കോഴിക്കോട് റെഡ് അലേർട്ടാണ്. പ്രത്യേകിച്ച് ശക്തമായ മഴ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഈ സ്ഥലത്ത് നിന്ന് പുക ഉയരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ നാട്ടുകാരൊക്കെ ഏറെ ആശങ്കയിലായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടൽ മൂലം ഇത്തരത്തിൽ ഉണ്ടായ പുക അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ നിലവിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തുണ്ട്. ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇപ്പോൾ സ്ഥലത്ത് ഉള്ളത്. അവർ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്ന നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ലിനറ്റ്, സ്ഥിതിഗതികൾ വഷളാകാൻ സാധ്യതയുണ്ടോ നിലവിൽ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം ഈ ഇവിടെ നിന്ന് പുക മാത്രമാണ് ഉയരുന്നത് എന്നതും അത് കെടുത്തി എന്നാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ കെട്ടിടത്തിൽ പോലീസ് എസ്കോർട്ട് മാത്രമാണുള്ളത്. ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടെ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും തുടർന്ന് ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഇത്തരത്തിൽ പുക ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ ഒരു നില മുഴുവനായി വെള്ളം ഒഴിക്കുന്ന നടപടിയിലേക്ക് ഫയർഫോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെയേറെ 10 മണിക്കൂറിലധികം ശരി, കഴിഞ്ഞ ദിവസം തീപിടിച്ച കെട്ടിടത്തിലാണ് വീണ്ടും പുകയുയർന്നിരിക്കുന്നത്. ലിനറ്റ് വർഗീസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.